സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ കസേര കളിയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് സ്വാഗതം. എന്താണ് ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് 6 ദിവസങ്ങളായിട്ടും മുഖ്യമന്ത്രിയെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണ് നമ്മുടെ കേരളം. അതായത് ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല. നാഥനില്ല കളരി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയാണ്. കാവൽ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ സഖാവ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇതുവരെയും ഹൈക്കമാൻഡിൻ്റെ അടുത്തേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കാനായിട്ട് നിൽക്കുന്ന, അതായത് എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞിട്ട് വാശിയും വീറും കൊണ്ട് നിൽക്കുന്ന വി.ഡി. സതീശിനെയും രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ കെ.സി. വേണുഗോപാലിനെയും സണ്ണി ജോസഫിനെയും ഒക്കെ വിളിപ്പിക്കുകയുണ്ടായി. എന്നിട്ടും അതിൻ്റെ പുതിയ വാർത്തകൾ വരുമ്പോഴും അതിലൊന്നും ഈ പറയുന്ന സസ്പെൻസ് അവർ പുറത്തുവിടുന്നില്ല. അതായത് ആരാണ് ഇനി മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിന് ഇതുവരെയും ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. വോട്ട് ചെയ്ത ജനങ്ങൾ വെറും മണ്ടന്മാരായി പോകുന്നൊരു സാഹചര്യം കൂടിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? ഇപ്പോൾ ഇവർ പറയുന്നത് പണ്ട് ഈ പറയുന്ന ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരാൻ പോകുന്ന സമയത്തും ഇതേ കാര്യങ്ങൾ ഉണ്ടായെന്നാണ്. പക്ഷേ ഇത്രയും കസേരകളിയൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ പോകുന്നു എന്നറിയുമ്പോൾ ഇതുവരെയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, എനിക്ക് മുഖ്യമന്ത്രിയാവണം, ഞാനാണ് മുഖ്യമന്ത്രി, എനിക്കാണ് എക്സ്പീരിയൻസ് കൂടുതൽ, ഞാനിവിടെ ആയെങ്കിലേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, എനിക്ക് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകുകളായിട്ടൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കുറച്ച് കാര്യപ്രാപ്തിയും അല്ലെ ഈ ഒരു പാർട്ടി ഇത്രയും അധികം ഉയർത്തിക്കൊണ്ട് വന്നത് ആ ഒരു മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഈ അടി കഴിഞ്ഞിട്ട് വേണ്ട ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനെന്നുള്ളൊരു കാര്യത്തിൽ ഓർക്കുമ്പോൾ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ഞാനത് വിഷമിക്കേണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനും ഈ പറയുന്ന 3.5 കോടി ജനങ്ങളിൽ ഒരാൾ മാത്രമാണ്. അപ്പോൾ എനിക്കും അതിനെപ്പറ്റി വേവലാതി ആവലാതിയൊക്കെ ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, എല്ലാ ആളുകളും ദൈവത്തെ പോലെയും അതേപോലെ തന്നെ ഒരു നല്ലൊരു മനുഷ്യനായിട്ട്, മഹാനായ ഒരു മനുഷ്യനായിട്ട് ആദരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഫോട്ടോ ഇരിക്കുന്ന ഒരു ഫ്ലെക്സ് അതെടുത്ത് കത്തിച്ച് കളയുക, വലിച്ചു കീറുക, നിലത്തിട്ട് ചവിട്ടുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇത് കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് തന്നെയാണ്. അതായത് അധികാരമോഹികൾ എന്ന് വേണമെങ്കിൽ തന്നെ ഇവരെ പറയാം. കസേര മോഹിച്ചുകൊണ്ട് അധികാരം മോഹിച്ച് നടക്കുന്ന ഈ സതീശൻ്റെയും അതേപോലെ തന്നെ കെ.സിയുടെയും അതേപോലെ തന്നെ ആർ.സിയുടെയും ഒക്കെ PR ഗുണ്ടകൾ ഇവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ചാണ്ടിയുമ്മൻ വന്നിരുന്ന് പറയുമ്പോൾ ചാണ്ടിയുമ്മൻ പറയുന്നത് ഇതെല്ലാം കോൺഗ്രസ് അല്ല ചെയ്യുന്നത്, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റാണ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് നിലത്തിട്ട് വലിച്ചു കീറാണ്, എൻ്റെ കോൺഗ്രസ്സിലുള്ള ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെ ഞാൻ അങ്ങനെ അവർ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കണ്ടൊരു വാർത്ത നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ വാർത്ത നമുക്ക് എന്തായാലും ഈ സൈഡിലൊന്ന് കണ്ടു നോക്കാം. വി.ഡി. സതീശൻ്റെ ഫോട്ടോയുടെ മുകളിലേക്ക് മഷി എറിഞ്ഞുകൊണ്ടും ഫ്ലെക്സ് എല്ലാം വലിച്ചു കയറിക്കൊണ്ടും പല ആളുകളെ മുഖ്യമന്ത്രിയാക്കണം. ഇപ്പോൾ കെ.സിയെ അതേപോലെ തന്നെ ആർ.സിയെ പിന്നെ വി.ഡി. ഒക്കെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റോഡിലുടനീളം അവർ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. The great Indian Kerala Congress Circus. ആരാണ് മുഖ്യമന്ത്രിയാവുക? കോൺ ബനേഗ CM? ഡ്രാമ കണ്ടിന്യൂസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ കണ്ണുകളും കാതുകളും ദില്ലിയിലേക്കാണ്. അതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പോസ്റ്ററുകൾ, ബാനറുകൾ, ഫ്ലെക്സുകൾ. ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഐറ്റം ഫ്ലെക്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കരിയോയിൽ. കോഴിക്കോട് വി.ഡി. സതീശനെ അനുകൂലിച്ച് സ്ഥാപിച്ച ഫ്ലെക്സിൽ കരിയോയിൽ. DCCക്ക് സമീപം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിലാണ് കരിയോയിൽ ഒഴിച്ചത്. സതീശനെതിരെ DCC ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാനർ നീക്കം ചെയ്യുകയും ചെയ്തു. സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യബന്ധമോ എന്ന ബാനറാണ് നീക്കിയത്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്തൊക്കെയാണ്? ഒരിടത്ത് കെ.സിയുടെ ബാനറിന് മേൽ കരിയോയിൽ ഒഴിക്കുന്നു, വേറൊരിടത്ത് വി.ഡിയുടെ ഫ്ലെക്സിന് മേൽ ബാനർ ഒഴിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫ്ലെക്സ് യുദ്ധവും ബാനർ യുദ്ധവും ഒക്കെ തുടരുകയാണോ? കരിയോയിൽ യുദ്ധവും കണ്ടില്ലേ? ഇതാണ് ഒരു വാർത്ത. ഇത് റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിൽ വേറൊരു പോസ്റ്റിൽ ഞാൻ കാണുന്നത്, മുഖ്യമന്ത്രി ആവാനുള്ള അടി കഴിഞ്ഞിട്ട് വേണം മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള അടി തുടങ്ങാൻ. ആരും വേദി വിട്ടു പോകരുത്, അടുത്ത കലാപരിപാടി ഉടൻ ആരംഭിക്കുന്നതാണ്. തമ്മിലടിയും അഴിമതിയും ഇല്ലാതെ കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ വേറൊരു പോസ്റ്റിൽ കണ്ടത്, അതായത് UDFന് ഭൂരിപക്ഷം ലഭിച്ച് 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് PC വിഷ്ണുനാഥ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കണ്ടത്. 5 മിനിറ്റിനുള്ളിൽ, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഇലക്ഷൻ്റെ റിപ്പോർട്ടുകളെല്ലാം അറിഞ്ഞ് റിസൾട്ടെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി റെഡിയാണെന്നാണ് PC വിഷ്ണുനാഥ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എന്തായി? 5 ദിവസമല്ല, 6 ദിവസമല്ല, 7 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാനോ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അതായത് കൂട്ടത്തിലുള്ള അണികൾക്ക് പോയിട്ട് ജനങ്ങൾക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവരുടെ ഉള്ളിലുള്ള ചിന്താഗതികളും ഇവരുടെ എല്ലാം പ്രവൃത്തികളും ഒക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇതിൽ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ആ പോസ്റ്റുകളിലൊക്കെയും പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതിൽ വേറെ പോസ്റ്റ് ഞാൻ കണ്ടത്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്,
ഈ പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണത്തിൽ വരുന്ന സമയത്ത് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു വാഗ്ദാനങ്ങളിലൊന്ന് ഈ പറയുന്ന ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഗ്രിമെൻ്റ് അവർ ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതിനെയൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഒരുപാട് ആളുകളുടെ പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിലൊരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചർച്ച കൂടാതെ നടപ്പിലാക്കിയാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും, ആശങ്ക പ്രകടിപ്പിച്ച് തൊഴിലാളി സംഘടനകൾ. അതായത് ഈ ഒരു ബസ്സിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാമെന്ന് പറയുന്ന അവരുടെ ഒരു വാഗ്ദാനം അവരത് നിറവേറ്റാൻ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ വരും വരാഴികൾ എന്നുള്ളതിനെപ്പറ്റി അവരാരും ചിന്തിക്കുന്നില്ലേ എന്നുള്ളൊരു കാര്യവുമായിട്ടൊക്കെയാണ് പല തൊഴിലാളി സംഘടനകളും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. അതായത് ആരുമായിട്ടും കൂടി ആലോചിക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. KSRTC ഇത്രയും ലാഭത്തിലാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം KSRTCയുടെ ലാഭം എത്രത്തോളം കുതിച്ചിട്ടുണ്ടെന്നും KSRTC ഏതൊക്കെ രീതിയിൽ വളർന്നിട്ടുണ്ടെന്നും ഉള്ളതൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ആ ഒരു വളർച്ചയെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആ ഒരു വളർച്ച വേരോടെ പിഴുതെറിയാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഇവർ ഈ രീതിയിൽ ചിന്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പറയുന്ന ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്ര ഒരുക്കി കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത്? ജെൻഡർ കാർഡ് ഇറക്കാൻ പോവുകയാണ്. അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു പേര് വെച്ചുകൊണ്ട് ആ ഒരു കാർഡ് ഇറക്കിയിട്ട് സ്ത്രീകൾക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ആരൊക്കെയാണെന്ന് നോക്കിക്കൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ടുള്ള യാത്രയും ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യത്തെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തു വെച്ചിരുന്ന ഈ പറയുന്ന കുറേ എന്താ പറയുക അധിക ചിലവുകളൊക്കെ ഉണ്ട്. ആ ചിലവുകളെല്ലാം വെട്ടിക്കുറച്ചിട്ട് ഞങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന ഒരു കാര്യം ഒരുക്കുമെന്നാണ്. എന്തായിരുന്നു അധിക ചിലവുകൾ? 2000 രൂപ എന്ന് പറയുന്ന പെൻഷൻ, അതാണോ അധിക ചിലവ്? അല്ലെങ്കിൽ 3000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അധിക ചിലവ്? ഇപ്പോൾ ഇവർ പറയുന്ന 3000 കൊടുക്കുന്നതാണ്, 2000 രൂപ ഇടതുപക്ഷ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ 3000 രൂപയൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോഴും ഈ അധിക ചിലവുകൾ, സർക്കാരിൽ ഉണ്ടായിരുന്ന അധിക ചിലവുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം KB ഗണേഷ് കുമാർ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ എന്ത് തെറ്റ് ചെയ്തോ, എന്ത് വൃത്തികെട്ടവനാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അയാൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു കാര്യം എന്ന് വെച്ച് നോക്കുമ്പോൾ KSRTC നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് അങ്ങനെ തന്നെ നമുക്ക് പറയാം. അതായത് KSRTC എന്ന് പറയുന്നത് ഇപ്പോഴും നഷ്ടത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വിഫ്റ്റ് ബസ്സുകൾ നല്ല രീതിയിൽ ഒരു വിജയം, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ വോൾവോ ബസ്സുകൾ ഇറക്കുന്നു, പല രീതിയിലുള്ള ബസ്സുകൾ ഇപ്പോൾ ട്രഡീഷണൽ പണ്ടുണ്ടായിരുന്ന ബസ്സുകളൊക്കെ ഈ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇറക്കുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചൊക്കെ വിപ്ലവാത്മകമായിട്ടുള്ള രീതിയിൽ KSRTCയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് KB ഗണേഷ് കുമാറിന് സാധിച്ചു. അങ്ങനെയൊക്കെ വന്നതുകൊണ്ടൊക്കെ തന്നെയാണ് KSRTCയുടെ പേര് ഇന്നും നിലനിന്ന് പോകുന്നത്. അതൊക്കെ അന്യം നിന്ന് പോകാനായിട്ട് പോകുന്ന കുറച്ച് കാലങ്ങളാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുനിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. അതായത് കൂടിപ്പോയാൽ ഒരു വർഷം KSRTC നല്ല രീതിയിൽ തന്നെ പോകും. അത് കഴിഞ്ഞാൽ KSRTCയുടെ ആ ഒരു നല്ല രീതിയിൽ ആ ഒരു പോക്ക് അതില്ലാതെ ആവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുരുഷന്മാർ ഇന്നിപ്പം ബസ്സുകളിൽ കയറുന്ന കുറവാണ് അല്ലേ. അത് സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെയാണ് അധികവും കയറുക, പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ കയറും. ബാക്കിയുള്ള എല്ലാ ആളുകളും മിക്കപ്പോഴും അവരുടേതായിട്ടുള്ള സ്വന്തം വണ്ടികളിലായിരിക്കും പോകുക. അപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, അവരുടെ ജീപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവർ മിക്കപ്പോഴും അവരുടെ വാഹനങ്ങളിൽ തന്നെയാണ് പോവുക. അപ്പോൾ കൂടുതൽ സ്ത്രീകളാണ് KSRTCയെ ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആകെ കിട്ടുന്ന വരുമാനം സ്ത്രീകളിൽ നിന്നായിരിക്കാം, ആ വരുമാനത്തിൽ നല്ല രീതിയിൽ കുറവ് വരും. അതിന് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുക എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ അടിയൊന്ന് തീർന്നിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യത്തിൽ അവർക്കും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് അടിയൊക്കെ തീർന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ അടി കാണാൻ വേണ്ടിയിട്ടായിരുന്നു വോട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇനിയും ഈ അടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി മുഖ്യമന്ത്രി ആയിരുന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞാലും ഈ അടിയുടെ ബാക്കിയൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ളൊരു മനസ്സ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ.